ഒരു യുദ്ധത്തിൻ്റെ ഗതി, ഉയരം, വേഗം, ആറ്റിറ്റ്യൂഡ് എന്നിവ ബോധപൂർവം ചേഞ്ച് ചെയ്യുന്നതിനെ ഫ്ലൈറ്റ് മാനുവൽ എന്ന് പറയും. ഒരു യുദ്ധത്തിൻ്റെ ആക്രമണ സമയത്തും എയർ ഷോ സമയത്തും ഒക്കെ ഫ്ലൈറ്റ് മാനുവൽ ചെയ്യാറുണ്ട്. ആ ഫ്ലൈറ്റ് ജെറ്റിൻ്റെ എയർ ലോറൻസ്, എലിവേറ്റേഴ്സ്, റഡാർ എന്നിവ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ജെറ്റ് മാറിമറിയും. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന 3 ഘടകങ്ങളുണ്ടാകും. ആ ഫൈറ്റർ ജെറ്റിൻ്റെ ടെക്നിക്കൽ ഡിസൈൻ, പൈലറ്റിൻ്റെ സ്കിൽ, പിന്നെ എൻവയൺമെൻറ്റ്. അപ്പോൾ മാനുവൽ സമയത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിലും ഇരട്ടിക്കിരട്ടിയായി എക്സ്ട്രീം ആക്സിലറേഷൻ ഫോഴ്സ് പൈലറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്നത് എന്താകുമെന്നറിയാമോ? അയാളുടെ ഭാരത്തെ അത്രയും കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്രയും ഫോഴ്സ് അയാൾക്ക് അനുഭവപ്പെടുകയാണ്. തലച്ചോറിൽ ചോര ഉറഞ്ഞു പോകുന്ന അവസ്ഥ, കണ്ണിൽ ഇരുട്ട് കയറി ബ്ലാക്ക് ഔട്ട് ആകുന്ന സിറ്റുവേഷൻ. പരിചയസമ്പന്നനായ പൈലറ്റ് ആണെങ്കിൽ പോലും ചെറിയ പിഴവിന് കൊടുക്കേണ്ടി വരുന്ന വില, ആ കൺട്രോൾ നഷ്ടപ്പെട്ട ആ വിമാനം താഴേക്ക് പതിച്ച് അഗ്നിഗോളമായി മാറുക എന്നതാകും. ഒരുപക്ഷെ ദുബായ് എയർ ഷോയിൽ നമ്മുടെ തേജസ്സിനും വിംഗ് കമാൻഡർ നമൻ ഷാലിനും സംഭവിച്ചത് അതാകുമോ? മലേഷ്യ അവരുടെ പ്രീമിയം യുദ്ധവിമാനങ്ങളുടെ പട്ടികയിൽ തേജസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഫൈനൽ ഡെലിവറി എഗ്രിമെൻറ്റിനായി കാത്തിരിക്കുന്നു. ഫിലിപ്പീൻസ് ആകട്ടെ മൊത്തം പ്രലോഡ് കപ്പാസിറ്റി 4500 കിലോ ആക്കി മോഡിഫൈ ചെയ്ത് വാങ്ങാനുള്ള കരാറിൽ നിൽക്കുന്നു. കാരണം അവർക്ക് ഷോർട്ട് റേഞ്ച് സൂപ്പർസോണിക് എയർ ടു എയർ മിസൈലായ സൈഡ് വൈൻഡർ ഉൾപ്പെടെ തേജസ്സിൽ ക്യാരി ചെയ്യാൻ പറ്റണം. ഈജിപ്റ്റ് ആകട്ടെ ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം നൽകുന്നതിനാൽ തേജസ് വാങ്ങാനുള്ള താല്പര്യം നേരത്തെ അറിയിച്ചതാണ്. അർജന്റീന ഓൾറെഡി ടെക്നിക്കൽ ഡിസ്കഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഫിനാൻഷ്യൽ നെഗോസിയേഷൻ നടക്കുന്നു. ഖത്തർ തേജസ്സിൽ താല്പര്യം അറിയിച്ചിരിക്കുന്നു. ഇറാഖ്, UAE, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ശ്രീലങ്ക, എന്തിനാ ഇറ്റലി വരെ തേജസ്സിനെ കണ്ടുമറിഞ്ഞും അടുക്കാനായി കാത്തു നിൽക്കുന്നു. അതിനിടയിൽ ഒരു അപശകുനം പോലെ ആ അപകടം. ചോദ്യം ഇതാണ്: ദുബായ് എയർ ഷോയിലെ അപകടം തേജസ്സിൻ്റെ ഇന്റർനാഷണൽ ഡിമാൻഡിനെ ബാധിക്കുമോ? ഇന്ത്യയുടെ വളർന്നു വരുന്ന ഡിഫൻസ് കയറ്റുമതിയെ തളർത്തുമോ? അതിനുത്തരം പറയും. തേജസ്സിൻ്റെ തുടക്കവും ഇതുവരെയുള്ള നാൾ വഴിയും അറിയണം. 1980 ഇന്ത്യ തുടങ്ങിയതാണ് തദ്ദേശീയമായ ഫൈറ്റർ ജെറ്റിനമായുള്ള പ്രവർത്തനം. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ LCA പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് ഇന്ത്യ 20 വർഷത്തോളം എടുത്ത് 2001 ആദ്യ പ്രോട്ടോടൈപ്പ് പൂർത്തിയാക്കിയത്. പിന്നെയും 15 വർഷമെടുത്തു വ്യോമസേനയ്ക്ക് തേജസ് അവരുടെ ഫ്ലീറ്റിൽ കിട്ടാൻ. 2016 2 തേജസ് ഫ്ലൈറ്റുകൾ ഓടിക്കാൻ പാകത്തിന് കിട്ടി. 2016-20 കാലത്ത് പരമാവധി 8 എയർക്രാഫ്റ്റുകളാണ് പ്രതിവർഷം നിർമ്മിച്ചത്. 1980 തുടങ്ങിയിട്ടും കഴിഞ്ഞ 10 വർഷത്തോളമേ ആയുസുള്ളൂ തേജസ്സിനെ സീരിയസ് ആയി കാണാൻ തുടങ്ങിയിട്ട്. 2025 മാർച്ചോടെ ഇന്ത്യൻ എയർഫോഴ്സിന് കിട്ടിയത് 38 എയർക്രാഫ്റ്റുകളെയാണ്. അതായത് 4 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയ രാജ്യത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി വെറും 38 എണ്ണത്തിൽ ഒതുങ്ങിപ്പോയി. മാത്രമല്ല പെർഫോമൻസ് കംപ്ലൈൻറ്റും ഡെലിവറി ഡിലേയും തേജസ്സിനുള്ള വ്യോമസേനയുടെ ചില പ്ലാനുകൾ തകർത്തു കളഞ്ഞു എന്ന് വേണം കരുതാൻ. അതായത് 198 തുടങ്ങിയെങ്കിലും 1998 തുടങ്ങിയെങ്കിലും 2020 വരെ തേജസ് വെറും കടലാസ് പുലി മാത്രമായിരുന്നു. റഷ്യയിൽ നിന്ന് വാങ്ങുന്ന MiG-21 ഈ വർഷം ഒക്ടോബറിൽ ഡീകമ്മീഷൻ ചെയ്യുമെന്ന് അറിയാമായിരുന്ന വ്യോമസേന 182 തേജസ് യുദ്ധവിമാനങ്ങൾ വേണമെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ കിട്ടിയത് നേരത്തെ പറഞ്ഞതുപോലെ വെറും 38 യുദ്ധോപകരണങ്ങളിൽ. അമേരിക്കയും റഷ്യയും ആശ്രയിച്ച് ശീലിച്ച ഇന്ത്യയെ സംബന്ധിച്ച് ഫൈറ്റർ ജെറ്റ് പോലെ സങ്കീർണവും തന്ത്രപരവുമായ ഒരു വാർ എക്യുപ്മെന്റ് നിർമ്മിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ഒരു യുദ്ധവിമാനത്തോളം സങ്കീർണമായ ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിച്ച് വിജയിച്ച ഇന്ത്യക്ക് തേജസ് ഒരു വെല്ലുവിളിയാണെന്ന് കരുതാൻ പറ്റുമോ? LNBM-3 റോക്കറ്റിനും ഭാവിയിലെ സ്പേസ് മിഷനുകൾക്കുമൊക്കെയായി C8 ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി വികസിപ്പിച്ച ISRO ഉള്ള നാടാണിത്.
അമേരിക്ക ക്രയോജനിക് ടെക്നോളജി നിരസിച്ചപ്പോഴും റഷ്യയുമായി സഹകരിച്ച ഇന്ത്യ മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ 1980 തുടങ്ങി 2018 ആകേണ്ടി വന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് പ്രതിവർഷം 16 തേജസ്സുകൾ ഉണ്ടാക്കാൻ എന്ന് കേൾക്കുമ്പോൾ ഒരു സംശയം. 80 മുതൽ 2016 വരെ എന്താണ് സംഭവിച്ചത്? 2016 ശേഷം 2021 ആയപ്പോഴേക്ക് 5 വർഷം കൊണ്ട് പ്രതിവർഷം 24 തേജസ്സുകൾ പുറത്തിറക്കാൻ കഴിയുന്ന വിധം നാസിക്കിലെ പുതിയ പ്ലാന്റ് പ്രവർത്തനക്ഷമമായി. 2027ഓടെ MKVA, MK2 എന്നീ ആധുനിക വേരിയന്റുകളിൽ പ്രതിവർഷം 30 തേജസ് എയർക്രാഫ്റ്റുകൾ പുറത്തിറക്കാൻ HIL എന്ന പദ്ധതിയിടുന്നു. തേജസ് MKVA എന്ന പുതിയ വേരിയന്റിന്റെ പ്രൊഡക്ഷനിൽ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് MK1 മോഡൽ ദുബായിൽ തകർന്നു വീണത് എന്നോർക്കണം. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ADA ആണ് തേജസ് ഡിസൈൻ ചെയ്തത്. ത്രികോണാകൃതിയിൽ ഡെൽറ്റ ചിറകുള്ള തേജസ്, ഇതാണ് ആ ജെറ്റിന്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത്. സൂപ്പർസോണിക് വേഗത കൈവരിക്കുമ്പോഴും ജെറ്റിന് സ്ഥിരത നൽകാനും അങ്ങ് ഉയരെ നിന്ന് പല ആംഗിളുകളിൽ അറ്റാക്ക് ചെയ്യാനും ഈ ഡെൽറ്റ സ്ട്രക്ചർ തേജസിനെ സഹായിക്കും. സിംഗിൾ എഞ്ചിനാണ്, മൾട്ടി റോൾ ആക്രമണശേഷിയുണ്ട്. ഈ ജനറേഷനിലെ ഏറ്റവും ചെറുതും ലൈറ്റ് വെയ്റ്റുമായ സൂപ്പർസോണിക് ഫൈറ്ററാണ് തേജസ് എന്ന പ്രത്യേകതയും അതിനുണ്ട്. തുടക്കം മുതൽ പല വെല്ലുവിളികൾ തേജസ് നേരിട്ടിരുന്നു. എന്നാൽ ആ വെല്ലുവിളികൾ പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി അക്കാലത്ത് ആരും കാണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തേജസ് ഇന്ത്യയുടെ തന്നെ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചു തീരുന്നില്ല. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിലവിൽ ഓർഡർ നൽകിയ രാജ്യങ്ങൾ തന്നെ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. എന്നിട്ടും ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതിന് കാരണം തേജസിന്റെ ഇന്ത്യൻ നിർമ്മിതമായ വാർ കമ്പോണന്റുകളുടെ മേന്മയും പെർഫോമൻസും. ആനിനെ തിരിക്കാതെ തന്നെ ചുറ്റുമുള്ള ഒബ്ജക്റ്റുകൾ പിടിച്ചെടുക്കാവുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കൽ സ്കാൻ RO അഥവാ SA റഡാറുകൾ, ജാമറുകൾ ഉൾപ്പെടുന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം. ഏത് കാലാവസ്ഥയിലും വിഷ്വൽ റേഞ്ചിനും അപ്പുറമുള്ള ശത്രുവിൻ്റെ ലക്ഷ്യങ്ങളെ തകർക്കാൻ കെൽപ്പുള്ള ഡർബി മിസൈലുകളുടെ പെർഫെക്റ്റ് ഇൻ്റഗ്രേഷൻ. ഇന്ത്യയുടെ തദ്ദേശീയമായ അസ്ത്ര മിസൈലിൻ്റെ പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഇപ്പോൾ മിനുക്കുപണിയിലുള്ള MK2 വേരിയൻ്റ് ആകട്ടെ തേജസ്സിനെ അതീവ അപകടകാരിയാക്കും. ബ്രഹ്മോസ് കൃത്യമായി ട്രിഗർ ചെയ്യാൻ പാകത്തിന് അപ്ഡേഷൻ വരികയാണ്. തേജസ്സിന് എല്ലാത്തിനും ഉപരി നാറ്റോയുടെ ഉൾപ്പെടെയുള്ള എവിയോണിക് സ്റ്റാൻഡേർഡുകൾ ഉള്ളതിനാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ തേജസ് വിശ്വസനീയവുമാണ്. പക്ഷെ എന്നിട്ടും ക്രിട്ടിക്കലായ ചില വിഷയങ്ങളിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് നിരാശപ്പെടുത്തുന്നുണ്ടോ? ആ സംശയത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, DRD വികസിപ്പിക്കാൻ പദ്ധതിയിട്ട പകുതി വഴിയിലെത്തിയ കാവേരി എഞ്ചിൻ പദ്ധതി പരാജയപ്പെട്ടതെന്ത്? 1989 അന്നത്തെ ഗവൺമെന്റിന്റെ കാലത്താണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി തദ്ദേശീയമായ കാവേരി പ്രോജക്റ്റിന് അനുമതി നൽകുന്നത്. സൈന്യത്തിന്റെ ആവശ്യപ്രകാരം ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ചുമതല. ഒന്നും നടക്കാതെ 20 വർഷങ്ങൾ കഴിഞ്ഞുപോയി. കാവേരി എഞ്ചിൻ ജലരേഖയായി. 2008 ഇന്ത്യയുടെ തദ്ദേശീയമായ യുദ്ധവിമാനം എഞ്ചിൻ എന്ന കാവേരി സ്വപ്നം പൂർണ്ണമായും അവസാനിപ്പിച്ചു. കുറ്റപ്പെടുത്തിയാണെന്ന് കരുതണ്ട. 89 പ്രഖ്യാപിച്ചെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊജക്ടിന് വേണ്ട ഫണ്ട് അനുവദിച്ചിരുന്നില്ല എന്ന ആക്ഷേപം അന്നേ ഉണ്ടായി. മാത്രമല്ല, ചുറുചുറുക്കുള്ള ദിശാബോധമോ പ്രൊജക്ട് മാനേജ്മെന്റ് ലീഡർഷിപ്പോ കാവേരി എഞ്ചിൻ പദ്ധതിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ പുഷ്പം പോലെ നടന്നേനെ. സാക്ഷാൽ APJ അബ്ദുൽ കലാം അന്നത്തെ പ്രധാനമന്ത്രിയുടെ ചീഫ് സയന്റിഫിക് അഡ്വൈസറും DRDOയുടെ സെക്രട്ടറിയുമായിരുന്ന കാലമാണെന്ന് ഓർക്കണം. ആ മനുഷ്യൻ വിചാരിച്ചാൽ എന്ത് ടെക്നോളജിയാണ് ഇന്ത്യക്ക് അപ്രാപ്യമായിട്ടുള്ളത്? പക്ഷെ എന്നിട്ടും 20 വർഷം കൊണ്ട് നടന്ന പദ്ധതി പരാജയം സംബന്ധിച്ച് പിൻവലിച്ചു. എന്താണ് കാരണം? അങ്ങനെ തദ്ദേശീയമായ യുദ്ധവിമാന എഞ്ചിൻ നിർമ്മിക്കാനുള്ള ശ്രമം അവിടെ അവസാനിച്ചു. കാരണം 2004 തന്നെ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽസിന്റെ FC4GE-IN-20 എഞ്ചിനുകൾ തേജസ്സിനായി വാങ്ങാൻ ധാരണയായി. താൽക്കാലികമാണെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ജനറൽ ഇലക്ട്രിക് തന്നെയാണ് ഇന്നും എഞ്ചിൻ നൽകുന്നത്. തേജസ്സിനായി ഫ്ലൈറ്റിന്റെ ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലും ആക്സിലേഷനിലും എഞ്ചിന്റെ പ്രകടനം എയർഫോഴ്സ് സംശയം പ്രകടിപ്പിച്ചതാണ്. ക്രിട്ടിക്കലായ കമ്പോണന്റിലെ ആത്മവിശ്വാസക്കുറവാകാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ കൂടുതൽ ജെറ്റുകൾ നിർമ്മിച്ചതിൽ നിന്ന് പിന്നോട്ടടിച്ചതെന്ന് കരുതാതെ വയ്യ. സ്വീഡിഷിൽ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഗ്രിപ്പൻസി, സൗത്ത് കൊറിയയുടെ മൾട്ടി റോൾ ലൈറ്റ് വെയ്റ്റ് ജെറ്റ് FF, ആദ്യകാല F-16 ഫൈറ്റർ ജെറ്റുകൾ തുടങ്ങിയവയേക്കാൾ മുന്നിൽ നിൽക്കും ഇന്ത്യയുടെ
തേജസ് ഇപ്പറഞ്ഞ കൊമ്പന്മാരെക്കാൾ ഒരു 30-40% വിലക്കുറവും പല രാജ്യങ്ങൾക്കും റഫേലും എഫ്സും F-35 ഒന്നും വില കൊണ്ട് താങ്ങാനാവുന്നതല്ല. ഇവിടെ തേജസ് പൊസിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? പ്രീമിയം മൾട്ടി റോൾ ഫൈറ്റർ. എന്നാൽ അധിക വിലയുടെ ഭാരമില്ലാതെ, ജിയോപൊളിറ്റിക്കൽ മൽപ്പിടുത്തത്തിൻ്റെ കാണാച്ചരടുകളില്ലാതെ ഒരു സേഫ്റ്റിയിൽ ഇതെല്ലാം ഉപരി പറയുന്ന ടെക്നിക്കൽ സപ്പോർട്ടും മറ്റ് സഹായങ്ങളും നൽകുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ള ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറായ ഇന്ത്യ എന്ന ഒറ്റ ചങ്ങാതിയെ കിട്ടുമെന്ന അസാധാരണമായ ബെനിഫിറ്റും ആ സാധ്യതയിൽ ഉണ്ട് എന്നുള്ളതാണ്.